നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത് തന്നെ ചേരുന്നുണ്ട്. 22 ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നിന്നുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുള്ള പ്രതീക്ഷ എന്താണ്? ഓരോ ദിവസം കൂടുമ്പോഴും UDF-നുള്ള വിജയപ്രതീക്ഷയല്ല, ഭൂരിപക്ഷം, വിജയം നമ്മൾ ഉറപ്പിച്ചു, ഭൂരിപക്ഷം വർദ്ധിക്കുന്നു എന്നതാണ് കാണുന്നത്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണക്കുന്നു. അത് അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം ഞാനൊക്കെ പോകുന്നത് വല്ലാതെ കടുത്ത രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷമായി നിൽക്കുന്ന കുറേ ആളുകൾ, അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ. എനിക്ക് വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന വോട്ടുകളുണ്ട്. കൂടാതെ ഇടതുപക്ഷ 9 വർഷത്തെ ഭരണത്തിനെതിരെയുള്ള ജനവിധി ഉണ്ടാവണം എന്ന രൂപത്തിലുള്ള വോട്ടുകളുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും നിലമ്പൂരിൽ ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 22 ദിവസത്തിനിടയിൽ പല വിഷയങ്ങളും ചർച്ചയായി. രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ സാമുദായികമായുമുള്ള പല കാര്യങ്ങളും ചർച്ചയായി. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ UDF ആഗ്രഹിച്ച പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? അല്ല, UDF ആഗ്രഹിച്ച വിഷയം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് അവതരിപ്പിക്കുക എന്നതാണ് UDF മുന്നോട്ട് വെച്ചത്. അത് തീർച്ചയായും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിനനുസരിച്ചുള്ളൊരു ജനവിധി ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് വഴിമാറാൻ, ചർച്ച വഴിമാറാൻ വേണ്ടി ബോധപൂർവം ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി LDF ശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനൊന്നും ജനം ചെവി കൊടുത്തിട്ടില്ല. ഇവിടെ നിലമ്പൂരിൽ ഒരു നല്ല വിജയം, നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യപ്പെടുകയും അതനുസരിച്ച് ജനവിധി ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഒരു സംശയമില്ല. പലവട്ടം മണ്ഡല പര്യടനം പൂർത്തിയാക്കി, ആളുകളെ നേരിൽ കണ്ടു, റോഡ് ഷോയ്ക്കിടയിൽ നേരിൽ കണ്ടു, വീടുകൾ കയറി നേരിൽ കണ്ടു. എന്താണ് മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വികാരം? മണ്ഡലത്തിൽ ഇപ്പം നല്ല ഈ അവസാനത്തെ ലാപ്പിൽ ഈ കഴിഞ്ഞ 3 ദിവസം പര്യടന സമയത്ത് കോരിച്ചൊരുന്ന മഴയാണ്. ഈ കോരിച്ചൊരുന്ന മഴയത്തും ഞാൻ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്. 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തുന്നത്. പക്ഷെ ആ സമയത്തും ആളുകൾ ഈ മഴ കൊണ്ട് കാത്തു നിൽക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ കാത്തു നിൽക്കുക. അതൊരു വലിയ പോസിറ്റീവ് വൈബ് ഉണ്ട് എന്നതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയായിട്ടാണ് ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത്. കാരണം മാത്രമല്ല, ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി വരുമ്പോഴും വൈകിയാണ് പ്രിയങ്കാജി എത്തുന്നത്. പ്രിയങ്കാജി എത്തുമ്പോഴും മഴ കൊണ്ട് നിൽക്കിയ ആളുകൾക്കൊരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത രൂപത്തിൽ റോഡും നമ്മളെ പരിസര പ്രദേശങ്ങളും ഒക്കെ കിലോമീറ്റർ നീളത്തിൽ റോഡ് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇത്രമാത്രം മഴയൊന്നും ഒരിക്കലും, ഈ കോരിച്ചൊരുന്ന മഴയൊന്നും UDF-ൻ്റെ അണികളുടെ ആവേശം ഒരിക്കലും കെടുത്തിയിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഈ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഒരു MLA ആയി ഇനി ഒരു 6 മാസക്കാലം അല്ലെങ്കിൽ ഒരു 7 മാസക്കാലമായിരിക്കും നിയമസഭയിൽ ഉണ്ടാവുക. നിലമ്പൂരിലെ ജനങ്ങളോട് അത്തരത്തിലൊരു അവസരം നൽകിയാൽ എന്താണ് ഏറ്റവും മികച്ചൊരു വാഗ്ദാനം അവർക്ക് നൽകാനുള്ളത്? അല്ല, എന്നെ ജയിപ്പിച്ച് നിയമസഭയിലെത്തിയാൽ അതിനെത്താനുള്ളൊരവസരം നിലമ്പൂർക്കാർ ഒരുക്കി തന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ നിയമസഭയിൽ ഇന്ന് നിലമ്പൂർ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതായിരിക്കും ഞാൻ ആദ്യം തന്നെ കേരള നിയമസഭയിൽ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ അവതരിപ്പിക്കുന്നത്. അതിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടക്കുന്നത്. അവസാനവട്ട വോട്ടുറപ്പിക്കലാണ് നടക്കുന്നത്. പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അനൂപിനൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.